ഗാസയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ 40 ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫായിലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 3 പ്രാദേശിക കമാൻഡർമാരും ഹമാസിന്റെ പ്രവാസി നേതാക്കളിലൊരാളായ ഗാസി ഹമാദിന്റെ മകനും ഉൾപ്പെടുന്നുണ്ട്. റഫയിലെ ഒരു ഭീകര തുരങ്കത്തിലൂടെ പുറത്തേക്ക് കടക്കുന്നതിനിടെയാണ് ഇസ്രായേൽ സൈന്യം ഭീകരസംഘത്തെ ആക്രമിച്ചത്. ഇസ്രായേലി US ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് ഏകദേശം 200 ഭീകരർ മാസങ്ങളായി തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ ചിലർ ഇസ്രായേൽ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുകയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുകയും ചെയ്ത ഹമാസിന്റെ കിഴക്കൻ റഫ ബറ്റാലിയന്റെ കമാൻഡർ മുഹമ്മദ് ജവാദ് മുഹമ്മദ് അൽ ബവാബിനെ കൊലപ്പെടുത്തിയതായും IDF പ്രസ്താവനയിൽ പറഞ്ഞു. ഡെപ്യൂട്ടി കമാൻഡർ ഇസ്മായിൽ കനാൻ അബ്ദുൽ ഹൈ അബ്ദു ലബ്ദെ, പ്രാദേശിക പ്ലാറ്റൂണിന്റെ കമാൻഡർ തൗഫീഖ് ഖാലിദ്, തൗഫീഖ് സലേം എന്നിവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിന്റെ മുതിർന്ന നേതാവായ ഗാസി ഹമദിന്റെ മകൻ അബ്ദുല്ല അസി അഹമ്മദ് ഹമദാണ് കൊല്ലപ്പെട്ട മറ്റൊരു ഭീകരൻ. അതേസമയം ഗാസയിൽ ഹമാസിനെ എതിർക്കുന്ന സായുധ പലസ്തീൻ വിഭാഗത്തിന്റെ തലവൻ യാസർ അബു ഷബാബ് കൊല്ലപ്പെട്ടു. സംഭവത്തിനു പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹമാസ് വിരുദ്ധ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രമുഖമായ വിഭാഗമായ പോപ്പുലർ ഫോഴ്സിനെ നയിച്ചിരുന്ന ഗോത്ര നേതാവാണ് യാസർ അബു ഷബാബ്. ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ ഇദ്ദേഹത്തോട് കീഴടങ്ങാൻ നേരത്തെ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു.